ഒരു മരത്തിൽ നിന്നും ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിന് 1,00,000 മരങ്ങൾ കത്തിക്കാനും കഴിയും. നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവകളായിരിക്കും. പരിഷ്കാരം വസ്ത്രത്തിലും സംസാരത്തിലും മാത്രം പോരാ, അതിൻ്റെ സ്ഥാനം ചിന്തയിലും പ്രവൃത്തിയിലുമാണ്. ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത്. ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാനുള്ളതല്ല, വിജയിച്ച് കാണിക്കുവാനുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്ന ആളുകൾക്ക് മുന്നിൽ. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് എത്ര പരുഷമായി പെരുമാറിയാലും അവർ പിന്നീട് ക്ഷമ പറയുകയും നിങ്ങൾ അത് ഉൾക്കൊള്ളുകയും ചെയ്യും. അവകാശികൾ ഇല്ലാത്ത ഒന്നേയുള്ളൂ ഈ ലോകത്ത്, നമ്മുടെ ദുഃഖങ്ങൾ. നമുക്ക് കിട്ടിയത് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം. ആരും അവകാശം പറഞ്ഞു വരില്ല. എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട്. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ മിന്നിത്തിളങ്ങും. അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒന്നാണെന്ന് ഉറപ്പിക്കുക. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. മനസ്സ് തകർക്കാനും മനസ്സ് നിറയ്ക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരുമില്ല എന്നതാണ് സത്യം. നാം മറ്റുള്ളവരെക്കാൾ സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ്. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങളെക്കാൾ വില കൊടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരിലും ഒരു ശ്രദ്ധ വേണം. കാരണം വിശ്വാസവഞ്ചന എപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നവരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവഗണനയും പരിഹാസങ്ങളും നേരിട്ടിട്ടുള്ളത് സത്യങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും മാത്രമാണ്. കാരണം മഹത് വ്യക്തിത്വങ്ങളാണ് ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും അവഹേളനങ്ങളും നേരിട്ടിട്ടുള്ളത്. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും.